എവിടെ പോകുന്ന എന്താ ചോപ്പലിട്ട് അങ്ങനെ 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 തിളങ്ങുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ടേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മഞ്ചേൽ കടവിലേക്കാണ്, തീരദേശം റോഡിൽ. ഞാനിതുവരെ പോയിട്ടില്ല, ബിഗൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ലാലോടിനോട് ചോദിച്ച് നമുക്ക് എവിടെയെങ്കിലും പോവാൻ, എന്നാൽ പിന്നെ മഞ്ചേൽ കടവിൽ പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ മൊത്തം ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ മഞ്ചേൽ കടവിലുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ തിരക്ക് കണ്ടിട്ട് ഞെട്ടി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നേ. കാരണം ഒന്നാമത് ഞായറാഴ്ചയാണ്. പിന്നെ പുതിയ എന്തെങ്കിലും ഒരു പരിപാടി നമ്മളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്കും അത് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കും അത് ഉണ്ടാവുമല്ലോ. അങ്ങനെ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ ഈ പോയിട്ടുള്ളത്. 30 രൂപയാണ് കേട്ടോ അതിനുള്ളിലേക്ക് കടക്കാനുള്ള ചാർജ് വരുന്നത്. അവിടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒരിത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം തിരക്കുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ 30 രൂപേന്റെ ടിക്കറ്റും എടുത്ത് പിന്നെ ഉള്ളിലേക്ക് പോയി. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറുതാണെങ്കിലും നല്ലൊരു പാർക്ക് അവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അവർ ഓരോ റൈഡിന് വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്നതാണേ, അടുത്തത് കയറാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നല്ല നീറ്റ് ആയിരുന്നു അവിടെ. അതിപ്പോ പുതിയത് തുടങ്ങിയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മൾ തന്നെയാണല്ലോ എല്ലാം മോശമാക്കുന്നത്. ഇതിങ്ങനെ തന്നെ തുടർന്നാൽ അത്രയും നല്ലത്. കാരണം വൃത്തിയുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ താഴത്തുനിന്ന് വീണാലോ കളിച്ചാലോ ഒന്നും തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ എല്ലാവരും ചെരുപ്പ് അഴിച്ചിട്ടാണ് കയറുന്നത്. അത് ഇതുപോലെ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വസുക്കുട്ടിനെ സംബന്ധിച്ചോളം ഇതെല്ലാം പുതിയ സംഭവങ്ങളാണ്. അപ്പൊ വസുവിന് ഈ ഊരുന്ന സാധനം ഉണ്ടല്ലോ, അത് വല്ലാണ്ട് അങ്ങ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വസുവിന് ഒറ്റക്കൊന്നും അങ്ങനെ പറ്റൂലല്ലോ. അപ്പൊ വസുത ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ വസു ഒറ്റക്ക് ഊരി വന്നതാണ് എന്നൊക്കെയുള്ള സന്തോഷ പ്രകടനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വസു അതിന്റെ മുകളിൽ നിന്ന് വിടുന്നുണ്ടായിരുന്നില്ല. വേറെ ഒരു റൈഡിലും വസു കയറുന്നുമില്ല, ഇതിൽ മാത്രമേ വസു കയറുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ചു നേരം വസു അതങ്ങനെ ആസ്വദിച്ച് കളിച്ചേ. ഊരുന്ന ഊരുന്ന സത്യം പറഞ്ഞാൽ കൂടെ വന്ന ആൾക്കാർ നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല, കാരണം അത്രക്ക് തിരക്കാണ്. പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ഇരിക്കാനൊക്കെ നല്ല രസമുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ട്. സാൻവി പോയ സമയം മുതൽ ഇതിനുള്ളിലാണ്. വരുന്ന സമയത്താണ് സാൻവി ഇത് ഇറങ്ങിയിട്ടുള്ളൂ. അത് തന്നെ വരുന്ന സമയത്ത് കൂട്ടാൻ പോയപ്പോ ദേഷ്യം പിടിക്കുന്നുണ്ടേനു, പോകാനായിട്ടില്ല എന്നും പറഞ്ഞിട്ട്. സാൻവിനോട് പറഞ്ഞ് ഇവിടുന്ന് കളിച്ചോ, എത്രയാ വേണ്ടെന്ന് വെച്ചാൽ കളിച്ചോന്ന്. ഇതിങ്ങനെ പിള്ളേരിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ മാറി മാറി ഇതിലിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പിള്ളേരും ഉണ്ട്.
കുറേ നേരം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കളിച്ച് ഞങ്ങളൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഒരു വഴിക്ക് പോയതല്ലേ, ചായയൊക്കെ നിർബന്ധമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കുന്നതാണ്. ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് കിട്ടുന്ന വേറൊരു ഷോപ്പും ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാതരം ഫുഡുകളും കഴിച്ചിട്ട് മെല്ലെ പുറത്തിറങ്ങാം. അപ്പം നല്ലൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ചായക്ക് പഴംപൊരിയും വടയൊക്കെ പറഞ്ഞു. എല്ലാം നല്ല ചൂടുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കുടിച്ച് അവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ആപ്പിയും ശിവാനിയും ഒക്കെ വരുന്നത് കണ്ടത്. ആപ്പിയും ശിവാനിയും ആപ്പിന്റെ അമ്മയും ആങ്ങളെയും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് പേര് അവിടുന്ന് കണ്ടുമുട്ടി. ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അപ്രതീക്ഷിതമായിട്ട് ലാലുവേട്ടന്റെ ഫ്രണ്ട്സുമാർ വരുന്നത് കണ്ടത്. ഷിലോട്ടനും അരുണേട്ടനും സഞ്ജു ചേച്ചി സൗമ്യച്ചൊക്കെ ഉണ്ടായിരുന്നു. അവരോടും കുറച്ചു നേരം സംസാരിച്ചിരുന്ന്. അപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും വന്നിരുന്ന് ചില്ലടിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, അത് പുതിയ തുടങ്ങിയത് കൊണ്ടായിരിക്കും. എന്നാലും തിരക്കുണ്ടെങ്കിലും ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലം, വൈകുന്നേരത്ത് കുറച്ചു നേരം പോയിരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് എന്താ ഇത്ര ലേറ്റ് ആയി പോയി എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. ഇതിപ്പോ കുറച്ചായിട്ടേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്ത് പോയിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ലൈറ്റായിട്ട് എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ടുള്ളൂ. അതും കഴിച്ച് അതിനിടയിൽ ലാലോടും ഇങ്ങനെ ക്യാമറയും കൊണ്ട് പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഒരാൾ ഞങ്ങളുടെ ക്യാമറയിൽ ഒടുക്കി. ഒന്നെന്റെ ഫ്രണ്ടും ഹസ്ബൻഡും ആണ്, രണ്ടാളും എൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ലാലോടും വീഡിയോ എടുത്ത് വന്നതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ നിന്ന്, അവളുടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. കുറേ നേരം അവിടുന്ന് സമയം പോയി. അതിനുശേഷം ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു കേട്ടോ. ഒരു 6-6:30 ആയപ്പോൾ തിരിച്ചിങ്ങോട്ട് പോന്നു. സാൻവിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്. കാരണം സാൻവിക്ക് കളിച്ചിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല. സാൻവി അവിടെ നിന്ന് ഒന്നും തന്നെ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കളീന്റെ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആ സമയം വെറുതെ പോവുമല്ലോ. അപ്പോൾ എന്തായാലും അപ്രതീക്ഷിതമായിട്ടൊരു പോയൊരു യാത്രയാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കുറെ ആൾക്കാരെ കാണാൻ പറ്റി. ഇങ്ങനെയൊക്കെ പോയാലേ പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം തിരിച്ചിങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഞായറാഴ്ച വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ പുതിയ വീഡിയോസ് ഒക്കെ ഇനിയും വരുമ്പോൾ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ കണ്ടിട്ട് പോവുക മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾ കണ്ട വീഡിയോയുടെ പിറകിൽ അല്ല അടിയിൽ ജസ്റ്റ് കമന്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. അപ്പോൾ അതെ, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.